ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വർത്താനം? സുഖന്നല്ലേ? ഇതാ ഞങ്ങളെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണ്ടി. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ജനവാതിലൊക്കെ തുറന്ന് കിച്ചണിലേക്ക് പോയപ്പോൾ അമ്മ അടുപ്പ് തീയൊക്കെ കൂട്ടി മുട്ടൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ചായക്ക് ദോശയാണ് കേട്ടോ. മുത്താറയും കടലൊക്കെ ഇട്ടാണ്ട് ഉണ്ടാക്കിയൊരു ദോശയാണ്. അപ്പോൾ ഞാൻ ദോശ ചുടുന്ന സമയത്താണ് മോൾ എണീറ്റ് വരുന്നത്. അങ്ങനെ ഓൾ എണീച്ച് വന്ന് ഓളെ പല്ല് തേപ്പും ഇതൊക്കെ മേല് കേകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി ദോശ ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അരിയൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പുറം ക്ലീനാക്കാൻ വേണ്ടിയിട്ട്. അന്ന് അളിയനുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. തലേ ദിവസം വന്നതേനി. അപ്പോൾ അളിയന് ഇവിടെ മാറാലൊക്കെ തട്ടിത്തരാമെന്ന് പറഞ്ഞപ്പോൾ തട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മോളും ഇറങ്ങുന്നുണ്ട്. രണ്ടാളും കൂടി ലാഡറൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മേലെ കയറുന്നുണ്ട്. ഞങ്ങളിവിടെ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും കയറാൻ കഴിയൂല. അപ്പോൾ അളിയന് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അളിയനെ എന്നെ കയറ്റി. അളിയൻ വീടിൻ്റെ ഫുള്ളായിട്ട് തട്ടി തരുന്നുണ്ട്. അങ്ങനെ ചുറ്റും തട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഓല് വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. രണ്ടാളും കൂടി വണ്ടിയൊക്കെ കഴുകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓല് എങ്ങോട്ടോ പുറത്തെന്തോ പോകാൻ വേണ്ടിയിട്ടാണ് വണ്ടിയൊക്കെ തിരക്കിട്ട് കഴുകി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓല് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്ത് പോയിട്ടുണ്ട്. എന്തോ സാധനം വാങ്ങാൻ എന്തോ വേണ്ടി പോയതാണ്. പിന്നെ ഞങ്ങൾ അടുത്തൊരു വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. നിങ്ങളവിടെയൊക്കെ എന്താ അതിന് പറയുക? ഞങ്ങളിവിടെ ചതുരപ്പുളിന്നോ അങ്ങനെ എന്തോ ആണ് പറയുക. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളോട് തന്നെ എടുക്കാൻ പറഞ്ഞു ഫുള്ളായിട്ട്. അങ്ങനെ ഒരുവിധമൊക്കെ ഞങ്ങൾ പറിച്ചെടുത്ത്. ഞാനും നാത്തൂനും കൂടിയാണ് കേട്ടോ പറിക്കണത്. അങ്ങനെ ഓള് പറിക്കുന്നുണ്ട്, ഞാനും പറിച്ച് രണ്ടാളും കൂടി പറിച്ച് കവറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഒന്നെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മധുരവും പുളിയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കഴിക്കാൻ. പിന്നെ ഇത് ഓലത്തന്നെ കുളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുളം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കാണാൻ വിചാരിച്ച് വന്ന് നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് വെള്ളമൊക്കെ. അപ്പോൾ പിന്നെ എന്തായാലും വന്നതല്ലേ ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചിട്ട് മോളൊക്കെ വിളിച്ച് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി. ഇമ്മ ഉണ്ടായിനി, ഞാനും നാത്തൂനൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അധികം ആയൊന്നും ഇല്ലാത്തൊരു കുളമാണ്. പിന്നെ തിരിച്ച് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അത് മോള് ഭയങ്കര അലമ്പേനി, അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എങ്ങനെയൊക്കെ സോപ്പിട്ട് ഞങ്ങൾ വല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിക്കണ്. പിന്നെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സ്റ്റാർ ഫ്രൂട്ടൊക്കെ നന്നാക്കി കഴുകി എടുക്കുന്നുണ്ട്. ഉപ്പിലിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല പോലെ കഴുകിയിട്ട് ഒരു ഉണങ്ങിയ തുണി എടുത്ത് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തലയും വാലൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങളിതിൽ കുറച്ചെടുത്ത് വെച്ചിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെ അരിഞ്ഞതിന് ശേഷം കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെന്താ ഇത് അച്ചാറിടും തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞങ്ങളെന്തായാലും ഫുള്ളായിട്ട് എടുത്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ കൂട്ടി കഴിക്കാമല്ലോ. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിക്കണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, മറന്നുപോയി. ഇനി അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയതിനു ശേഷം ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഉള്ള സമയത്ത് കുറേ നേരം ഷട്ടിലൊക്കെ കളിച്ചിരിക്കും. വൈകുന്നേരം ആയാൽ ചായയൊക്കെ കുടിച്ച് ഷട്ടിലൊക്കെ കളിച്ച് മഗ്‌രിബ് വരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ.